ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ കുട്ടികളുടെ റൂമിൻ്റെ വീഡിയോയിൽ മക്കളുടെ വള വെക്കാനൊരു ബോക്സ് കാണിച്ചിരുന്നു. ഞാനത് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ 2-3 പേര് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വള ഓർഗനൈസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സ്, ഞാനൊരു ഐസ്ക്രീമിൻ്റെ ബോക്സ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് ആയാലും കുഴപ്പമില്ല. വലിയ ബോക്സ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ വളകളും അതിൽ വെക്കാം. ചെറിയ ബോക്സ് ആണെങ്കിൽ കുട്ടികളുടെ വളയ്ക്കാണ് കുറച്ചും കൂടി സൂട്ടബിൾ. അപ്പോൾ ചെറിയ ബോക്സ് നമുക്കപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബോക്സ്, ഇത്തിരി കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോക്സ് സെലക്ട് ചെയ്യാം. പിന്നെ 3-4 പെൻസിൽ എത്ര എണ്ണം വേണമെന്ന് വളയുടെ അളവ് അനുസരിച്ചാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണ് തീരുമാനിക്കാമെന്ന്. പിന്നെ എന്താ പറയുക, ഒരു ലൈറ്റർ അല്ലെങ്കിൽ തീ കത്തിക്കാൻ നമുക്ക് സ്റ്റൗവോ അല്ലെങ്കിൽ മെഴുതിരിയോ എന്തെങ്കിലും മതി. എന്തിനാണെന്ന് വെച്ചാൽ ഈ ചെറിയ കത്തി ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോക്സിൽ എന്താ പറയുക ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആ പെൻസിൽ അതിൽ നമുക്ക് ഫിക്സ് ചെയ്യണം. അതിനാണ് നമ്മൾ ചെയ്യാൻ പോണേ. പിന്നെ നമ്മുടെ വളകൾ, അപ്പോൾ അതൊക്കെ എടുത്ത് വയ്ക്കുക. കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ നമുക്ക് കത്തര കൊണ്ട് മുറിച്ചെടുക്കാം. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണല്ലോ, അതുകൊണ്ട് അത് പറ്റാത്തതുകൊണ്ടാണ് തീ കൊണ്ട് ചെയ്യുന്നത്. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ പെൻസിലിന്മേൽ ഒരു വള ഇടുക. അപ്പം എൻ്റെ ചെറിയ മോളുടെ വളയാണ്. ആ വള ഇട്ടിട്ട് 2-3 പെൻസിലാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം വളയുടെ വലുപ്പം അനുസരിച്ച് നമ്മളതിൻ്റെ ഗ്യാപ്പ് തീരുമാനിക്കണം. വലിയ വളയാണെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കേട്ടോ, വലിയ ബോക്സ് ആണെങ്കിൽ നമുക്ക് അതിലും കൂടുതൽ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3 പെൻസിലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡിസൈഡ് ചെയ്ത ശേഷം അതൊരു മാർക്കറോട് മാർക്ക് ചെയ്യുക. അതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഭാഗങ്ങളിൽ ഒരു സ്ലിറ്റ് പോലെ, അതുപോലെ ഒരു ഹോൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു സ്ലിറ്റ് പോലെ ആക്കാം. അപ്പോൾ നമുക്ക് പെൻസിൽ അതിൻ്റെ ഇടയിൽ വെക്കുകയും ചെയ്യാം. പെൻസിൽ അത് കഴിയുമ്പോൾ എടുക്കാനും എളുപ്പമാണ്, വള വെച്ചിട്ട് എടുക്കാൻ. അപ്പം ഞാൻ ഇതുപോലെ കത്തി ചൂടാക്കിയിട്ട് അത് വെച്ചിട്ട് സ്ലിറ്റ് ഉണ്ടാക്കാം. പഴയ കത്തി എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉരുകി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്ലിറ്റ് ചെയ്ത്, അപ്പോൾ മൊത്തം ഒരു 6 സ്ലിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെൻസിൽ എന്നിട്ട് വെച്ച് നോക്കാം കറക്റ്റായിട്ട് അതിൽ ഫിറ്റ് ആവുന്നുണ്ടോയെന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയും നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇത് കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സും വല്ല സ്റ്റിക്കറൊക്കെ ഒടിച്ച് ഇത്തിരി ഭംഗിയാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ പെൻസിലുമേ വല്ല റിബണോ എന്തെങ്കിലും ചിറ്റി കുറച്ചും കൂടി ഭംഗിയായി ഒരു കളർഫുള്ളൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. മുമ്പുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ മറ്റേ പഴയ പെൻസിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി ഇതുമ്പോൾ വളകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. കണ്ടില്ല, ഇതുപോലെ പെൻസിൽ ഈസി ആയിട്ട് വളകൾ നമുക്ക് ഇടാം. ഇട്ടിട്ട് അത് ആ സ്ലിറ്റിലേക്ക് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ വള നല്ല അടിപൊളിയായിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കണമെങ്കിൽ ഇതുപോലെ തന്നെ എടുത്ത് ഇടയിലുള്ള വളകൾ എടുക്കണമെങ്കിൽ ആ അറ്റത്തെ വളകളൊക്കെ മാറ്റണം കേട്ടോ, എന്നാലും എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും ഇത് നല്ല ഭംഗിയിലിരിക്കും ചെയ്യും. ഈസി ആയിട്ട് നമുക്ക് കാണും ചെയ്യാം എല്ലാ വളകളും. മറ്റേ വെറുതെ ബോക്സിൽ ഇങ്ങനെ വലിച്ചു വാരിടണേലും എത്ര എളുപ്പമാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഈ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് പറയാം. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.